കളിക്കണ പോലെ കുട്ടികളോട് കളിക്കണ്ടാട്ടോ കുട്ടികളോട് കളിക്കണ്ടോ വിദ്യാർത്ഥികളെ തല്ലാനോ വിദ്യാർത്ഥികളെ തല്ലാനോ വിദ്യാർത്ഥികളെ തല്ലാനോ വിദ്യാർത്ഥികളെ തല്ലാനോ ഈ വിദ്യാർത്ഥി പഠിക്കുമ്പോ എത്ര ആവശ്യം കണ്ടിരുന്നില്ലല്ലോ. നിങ്ങൾ എന്തിന്റെ പേര് പറഞ്ഞ വിദ്യാർത്ഥികൾ പഠിച്ച് പറ്റേ 17 വയസ്സായ 16 വയസ്സായ സ്കൂൾ കുട്ടികളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ വാരിയല്ലടിച്ച് ഷിഫാസ് ഉണ്ടോ അവിടെ? ഷിഫാസ് എവിടെ? ഷിഫാസിനൊക്കെ മർദ്ദിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന രംഗം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വാരിയല്ലടിക്കുന്ന പോലീസ് എന്ത് പോലീസ്? RSSന്റെ ഉത്തരേന്ത്യയിലെ RSSന്റെ പോലീസാ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത്. ദൂരമായിട്ട് മർദ്ദിക്കുന്നത്. കയ്യിന് മർദ്ദനം, കാലിന് ബാൻഡിട്ടോണ്ടാ. എവിടെ വേറെ കുട്ടി ഉണ്ടല്ലോ മനസ്സിന്, ആ കുട്ടിയുടെ കാലിന് മർദ്ദനം ബാൻഡിട്ടോണ്ട് കാണാൻ പറ്റാത്ത. എന്താണ് ഇവർ ഇതിനൊക്കെ ചെയ്ത തെറ്റ് എന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. വിദ്യാർത്ഥികളാകുമ്പോ കലോത്സവം കാണാൻ വരും. ഈ നിൽക്കുന്ന ആളുകളുടെ വീട്ടിലില്ലേ കുട്ടികളില്ലേ, അനുജന്മാരില്ലേ, പെങ്ങളുടെ കുട്ടികളില്ലേ? കുട്ടികളാകുമ്പോ കലോത്സവമൊക്കെ കാണാൻ വരും. കലോത്സവം കാണാൻ വന്ന അവിടെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഞങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. നേരെ മറിച്ച് കുട്ടികള് ഒന്നവിടെ വെള്ളം മേടിക്കാൻ പോയി, വെള്ളം കുടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടികളെ അടി പറഞ്ഞ നിങ്ങളിപ്പോ കണ്ടില്ലേ? എന്തടി എവിടെ ശിവാസ്? എവിടെ? നിങ്ങളുടെ പോലീസുകാർ കാണണം. നിങ്ങളുടെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന രംഗം നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ അടിച്ചാൽ നിങ്ങൾ ശ്രമിക്കുവാ? ഇവിടെ എനിക്കറിയുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. അവരൊക്കെ വീട്ടില് ആളുകളായിട്ട് നമുക്ക് ബന്ധമുള്ളതാ. പുറത്തേക്ക് പോയില്ലവൻ. CIയോട് ഞങ്ങൾ പറയാ, പൊന്നാനി സ്റ്റേഷന് പുറത്തേക്ക് പോയില്ല. ഇവിടെ ഞങ്ങള് പ്രിയപ്പെട്ട ഞങ്ങൾ പേരെടുത്തൊന്നും പറയുന്നില്ല. ഇവിടുത്തെ SIമാരുണ്ടല്ലോ, ഞങ്ങളെക്കാട്ട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളുകൾ. ഞാൻ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CIനെ വിളിക്കുക. CI ഇങ്ങനത്തെ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? CI എന്നോട് പറഞ്ഞ മറുപടി എന്താ? നിന്റെ കുടുംബക്കാരാണോ? ഞാനല്ല. ഷിഫാസ് പറയുന്ന ആൾ എന്തായാലും കണ്ണൻ പേര് കുടുംബാവില്ലല്ലോ. നീ രക്ഷിതാവാണോ? ഞാനല്ല. ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. വിദ്യാർത്ഥികൾ എന്നോട് പരാതി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടി വരും. എന്നാൽ നീ അതിനകത്ത് ഇടപെടണ്ട, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. അങ്ങനെ ഞാൻ പറയട്ടെ, പൊന്നാനി പോലീസ് സ്റ്റേഷൻ ജലീൽ കറുത്തേടത്തിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അച്ചി വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയതാ രാഷ്ട്രീയ ആണോ? എന്റെ അറിവില്ലല്ലോ. ഏതാ പോലീസുകാരോ? CIക്ക് ഉണ്ടല്ലോ, കോൺസ്റ്റബിളും പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. ജലീൽ കറുത്തേടത്ത് എന്ന് പറയുന്ന തെമ്മാടിയായ CIക്ക് അവന്റെ ഭാര്യ വീട്ടിൽ നിന്നും സ്ത്രീധനം കിട്ടിയതല്ല ഈ പൊന്നാനി പോലീസ് സ്റ്റേഷൻ. അതവനെ മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ ഞാൻ ഇന്നലെ അവനെ വിളിച്ചത് അവന്റെ പേഴ്സണൽ നമ്പറിലേക്കല്ല. ഈ സർക്കാർ കൊടുത്ത, സർക്കാർ ബില്ലടയ്ക്കുന്ന, സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ച് പരാതിയായാലും പരിഭവമായാലും പറയാൻ വേണ്ടി CIക്ക് സർക്കാർ കൊടുത്ത ഫോണിലേക്കാണ് വിളിച്ചുള്ളത്. അല്ലാതെ CIയുടെ ഭാര്യ പ്രസവിച്ചുണ്ടോ, ഭാര്യയുടെ രണ്ടാം കെട്ട് നടക്കണ്ടോ വേണ്ടി ഞങ്ങളെല്ലാം വിളിച്ചേ. ഞങ്ങൾ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ഞങ്ങളിത് പ്രിയപ്പെട്ട വിനോദം നടക്കുന്ന SIമാരുണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ വളരെ മാന്യമായിട്ടാണല്ലോ ഞങ്ങളോട് സംസാരിക്കല്. CIക്ക് അങ്ങനത്തെ ഒരു കൊമ്പുണ്ടെങ്കിൽ ഞങ്ങൾ പറയാ, ജലീലിന് അങ്ങനത്തെ ഒരു കൊമ്പുണ്ടെങ്കിൽ ആ കൊമ്പ് ഒടിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ KSU പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഓർമ്മപ്പെടുത്താനാ ഇത്തരത്തിലൊരു മാർച്ച് നടത്തിയത്. പ്രവർത്തകരോട് അപമര്യാദയായിട്ട് പെരുമാറി ഞങ്ങൾ അറിഞ്ഞ നിനക്ക് ഒരു ഇതുണ്ടാവും. ഭരണം ഞങ്ങളുടെ കയ്യിലല്ലല്ലോ. ഞങ്ങൾക്ക് ഭരണമൊന്നും വേണ്ട. നേരെ മറിച്ച് ഭരണം കയ്യിലുണ്ടെന്ന് വെച്ചോ. ഇന്നലൊക്കെ പറഞ്ഞ വർത്താനം നീ കണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭരണമുള്ള സമയത്താണെങ്കിലല്ലോ
നിനക്ക് അപ്പ ഞങ്ങള് കാണിച്ചു തന്നേന്, ഞാൻ കാണിച്ചു തന്നേന് എന്താ ഉണ്ടാവാന്നുള്ളത്. ഇവിടെ പൊതുപ്രവർത്തകർ വിളിക്കണോ ആവശ്യങ്ങൾക്ക്? വിളിക്കുമ്പോ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണ്ടോ? ഞാൻ വീണ്ടും പറയാ, ജലീലിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനത്തുക ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?